സലാർ സിനിമയ്ക്ക് ശേഷം പ്രശാന്ത് നീലിന്റെ പുതിയ പ്രോജക്റ്റ് NTR നീൽ ജൂനിയർ NTRനെ നായകനാക്കി ഒരുക്കുന്ന സിനിമ. സിനിമയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് സിനിമയുടെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം ജൂൺ മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ് ഉണ്ടാവുക. അതുകൂടാതെ സിനിമയുടെ ടീസർ മെയ് 1 അതായത് NTRന്റെ പിറന്നാൾ ദിവസം വരുന്നതായിരിക്കും. ഈ ഒരു സിനിമ പ്രശാന്ത് നീലിന്റെ KGF പോലെ ഒരു 2 പാർട്ട് ഫിലിം ആയിരിക്കും. സലാർ സിനിമ പ്രശാന്ത് നീലിന് ചെറിയ രീതിയിൽ തിരിച്ചടിയായെങ്കിലും ഈ വരാൻ പോകുന്ന പ്രോജക്റ്റ് നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ചിയാൻ 63 ചിയാൻ വിക്രമിന്റെ അടുത്തതായി വരാനിരിക്കുന്ന പ്രോജക്റ്റാണ് ചിയാൻ 63. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഗ്ലിംസ് വന്നിരുന്നു. വേറെ ലെവലിൽ ഗ്ലിംസ് ആയിരുന്നു അത്. സിനിമ ഒരു പക്ക കൊമേഴ്ഷ്യൽ ഫിലിം ആയിരിക്കും. സിനിമയുടെ ഷൂട്ടിംഗ് മെയ് മാസം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഈ ഒരു സിനിമ ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ അറ്റ്ലിയുടെ മറ്റൊരു സിനിമ കൂടി വരുന്നു. അറ്റ്ലി ഇപ്പോൾ അല്ലു അർജുനുമായി രാക്ക സിനിമയുടെ വർക്കിലാണ്. ഈ സിനിമ അടുത്ത വർഷമായിരിക്കും റിലീസ് ആവുക. റാക്ക സിനിമയ്ക്ക് ശേഷം അറ്റ്ലി വീണ്ടും ഷാറുഖ് ഖാനെ വെച്ച് ജവാൻ പാർട്ട് 2 ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ചെറിയ റൂമറുകൾ വന്നിട്ടുണ്ട്. ഷാറുഖ് ഖാൻ ഇപ്പോൾ കിങ് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. കിങ് സിനിമ ഈ വർഷത്തോടെ എൻഡിലായിരിക്കും റിലീസ് ഉണ്ടാവുക. കിങ് സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷമായിരിക്കും അറ്റ്ലിയുമായി ജവാൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു റൂമർ കേട്ടിരുന്നു, റാക്ക സിനിമയിൽ ഷാറുഖ് ഖാന്റെ ഒരു ക്യാമിയോ ഉള്ളതുപോലെ ജവാൻ 2-വിൽ അല്ലു അർജുന്റെ ഒരു ക്യാമിയോയും കാണും. ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റ്സിന്. ജയിലർ 2 നെൽസന്റെ ഡയറക്ഷനിൽ രജനീകാന്ത് നായകനായി വരുന്ന ഒരു പക്ക മാസ് മസാല പാൻ ഇന്ത്യൻ ചിത്രം. ആദ്യ ഭാഗത്തിന്റെ ഗംഭീര വിജയത്തിനു ശേഷം സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാകുമെന്ന് നെൽസൺ അന്നേ പറഞ്ഞതാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സിനിമയുടെ ഒരു ചെറിയ ഗ്ലിംസ് വന്നിരുന്നു. അത് വേറെ ലെവലായിരുന്നു. സിനിമയുടെ ഭാഗത്തു നിന്നും ഏറ്റവും പുതുതായി വന്നിട്ടുള്ള അപ്ഡേറ്റ് സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമയുടെ ചില സ്റ്റിൽസ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ ജയിലർ ഫസ്റ്റിൽ മകനായി അഭിനയിച്ച ആള് ഈ ജയിലർ 2-ലും ഉണ്ടാവും. ജയിലർ ഫസ്റ്റിൽ മരിച്ചുപോയ ആൾ എങ്ങനെയാണ് ജയിലർ 2-വിൽ വന്നതെന്ന് ചോദിച്ചാൽ അതിന് 2 കാരണമാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ജയിലറിന്റെ ക്ലൈമാക്സിൽ മകൻ മരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ട് 2-വിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ചിലപ്പോൾ മകൻ വരുമായിരിക്കും. സിനിമയിൽ ഷാറുഖ് ഖാന്റെ ഒരു ക്യാമിയോ അവർ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവരത് വേണ്ട എന്ന് വെച്ചു. ഷാറുഖ് ഖാന്റെ ക്യാമിയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ലാലേട്ടനെ വെച്ച് ഒരു കിടിലൻ ക്യാമിയോ വീണ്ടും കൊടുത്താൽ അത് സൂപ്പറായിരിക്കും. ജയിലർ 2 ഈ വർഷം ഓഗസ്റ്റ് മാസമായിരിക്കും റിലീസ് ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.